ഹായ് ഹലോ എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും ഏതാണ്ട് ഒരു 1.5 കിലോമീറ്റർ മാത്രം ദൂരത്തായി നിർമ്മിച്ച മനോഹരമായ ഈ വീട് വരുന്നത് 4 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ്. 2100 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു സ്റ്റഡി റൂമും നൽകിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ലൊക്കേഷനിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏതാണ്ട് ഒരു 6 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നത്. തൊട്ടടുത്തുള്ള മെഡിക്കൽ കോളേജിലേക്ക് ഏതാണ്ട് 1.5 കിലോമീറ്റർ മാത്രം ദൂരവും, കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏതാണ്ട് ഒരു 6 കിലോമീറ്റർ മാത്രം ദൂരവും, കളമശ്ശേരി ടൗണിലേക്ക് 4 കിലോമീറ്റർ മാത്രം ദൂരവും, എറണാകുളം കളക്ട്രേറ്റിലേക്ക് ഏതാണ്ട് ഒരു 7 കിലോമീറ്റർ മാത്രം ദൂരവുമാണ് വരുന്നത്. നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്കൊന്ന് പോകാം. മനോഹരമായ ഒരു ലൊക്കേഷനിലാണോ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ചെറിയൊരു വില്ല പ്രൊജക്റ്റാണ്. മനോഹരമായ വീടുകളെല്ലാമുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. 2018-19 കാലഘട്ടങ്ങളിൽ ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റും കോമ്പൗണ്ട് വാൾ നൽകിയിരിക്കുന്നു. സ്ലൈഡിങ് ഫോൾഡിങ് ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റ് ഈ വീടിന് നൽകിയിരിക്കുന്നു. ഒരു ബോക്സി മോഡലിലാണോ ഈ വീടിൻ്റെ നിർമ്മാണം. നല്ല റോഡ് സൗകര്യം നമുക്ക് ഈ വീടിന് അവൈലബിൾ ആണ്. ഇതൊരു വലിയ വാഹനവും ഈസി ആയിട്ട് വരാവുന്ന വീതിയുള്ള നല്ല റോഡ് ഫ്രണ്ടേജ് തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ ലൊക്കേഷൻ. തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് ന്യൂ വാൾസ് ലോ കോളേജിലേക്ക് ഏതാണ്ട് ഒരു 600 മീറ്റർ മാത്രം ദൂരമാണ് വരുന്നത്. ഏതൊരു ഭാഗത്തേക്കും ഈസിയായി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീടിൻ്റെ നിർമ്മാണം. കാക്കനാട് ഭാഗമായാലും ആലുവ ഭാഗത്തേക്കായാലും കളമശ്ശേരി സൈഡിലേക്കായാലും തൃപ്പൂണിത്തറ കാക്കനാട് ഇൻഫോ പാർക്ക് ഏരിയ, കൂടാതെ കിഴക്കമ്പലം സൈഡിലേക്കായാലും പുക്കാട്ടുപടി സൈഡിലേക്കായാലും ഏതൊരു ഭാഗത്തേക്കും ഈസിലി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീടുകളുടെ നിർമ്മാണം. NH-47 ഒരു 4 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നത്. തീർത്തും വാസ്തുശാസ്ത്രപരമായി തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ വീടിൻ്റെ ഡോറിൻ്റെ ഒരു ദർശനം വരുന്നത് വടക്ക് ദിക്കിലേക്കാണ്, നോർത്ത് ഫേസിംഗ് ആണ്. മാത്രമല്ല വീടിൻ്റെ സ്റ്റെപ്പ് വരുന്നത് പടിഞ്ഞാറ് ദിക്കിലേക്കും. വലിയൊരു 2 കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഈ വീടിന് നൽകിയിരിക്കുന്നു. ചുറ്റും കോമ്പൗണ്ട് വാൾ, സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള വലിയ ഗേറ്റ് ഈ വീടിന് അവൈലബിൾ ആണ്. നേരെ കയറി ചെല്ലുന്നത് ഇവിടുത്തെ മുറ്റത്തേക്കാണ്. വിശാലമേറിയ മുറ്റം, 2 കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാം. ഒരു കവേർഡ് കാർ പാർക്കിങ്ങും ഒരു ഓപ്പൺ കാർ പാർക്കിംഗ് ഈ വീടിന് അവൈലബിൾ ആണ്. വീടിൻ്റെ മുൻവശത്തെ ടൈലുകളെല്ലാം പാകി ഭംഗിയാക്കിയിരിക്കുന്നു. വാട്ടർ സോഴ്സിനായി നൽകിയിരിക്കുന്ന കിണർ വെള്ളമാണ്. മാത്രമല്ല KWA കണക്ഷനും നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ. കിണർ വെള്ളം ഒരിക്കലും വറ്റാത്ത ഒരു ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വേനൽക്കാലത്ത് പോലും നമുക്ക് കാണാം ഇഷ്ടംപോലെ വെള്ളം ഈ കിണറിൽ കാണുന്നുണ്ട്. കിണർ വെള്ളം ഒരിക്കലും വറ്റില്ല എന്ന് ഫുൾ ഗ്യാരണ്ടി നൽകുകയാണ്. നമുക്ക് ഈ വീടിൻ്റെ അകത്തേക്ക് പോയാൽ ചെറിയൊരു സിറ്റ് ഔട്ടാണ് വീടിന് നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ബ്ലാക്ക് കളർ ഗ്ലോസി ഗ്രാനൈറ്റ്. 2 പാളികളായിട്ടാണ് ഈ വീടിൻ്റെ മുൻവശത്തെ ഡോറ് നൽകിയിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് നേരെ കയറി ചെല്ലുന്ന ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയ ലിവിങ് സ്പേസ് ആണ് കേട്ടോ നമുക്കിവിടെ ലഭിക്കുന്നത്. വലിയൊരു കോർണർ സൈസ് സെറ്റ് ഇടാനുള്ള സ്പേസ് നൽകിയിരിക്കുന്നു. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകിയിരിക്കുന്നു. ഇവിടെ നിന്ന് അടുത്ത എൻട്രി വരുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. നല്ലൊരു സ്പേഷ്യസായ ഡൈനിങ് ഏരിയയാണ് ഇവിടെയും ലഭിക്കുന്നത്. ഈ ഒരു ഭാഗത്തായി TV യൂണിറ്റ് നൽകിയിരിക്കുന്നു. ഫ്ലോറിങ്ങിനെ വുഡൻ ഫിനിഷുള്ള ടൈൽസുകൾ നൽകിയിരിക്കുന്നു. മാത്രമല്ല ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ അടിഭാഗത്തായി ചെറിയൊരു കോർട്ട്യാർഡിനുള്ള ഒരു സെറ്റപ്പ് നൽകിയിരിക്കുന്നു. ഇവിടെ എല്ലാം ഫോൾ സീലിംഗ് വർക്കുകൾ നമുക്ക് കാണാം. മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു കോർട്ട്യാർഡാണ് ബിൽഡ് ഉദ്ദേശിക്കുന്നത്. ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് ഇവിടുത്തെ കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ കിച്ചൺ ടോപ്പിനായി ഉപയോഗിച്ചിരിക്കുന്ന ബ്ലാക്ക് കളർ ഗ്ലോസി ഗ്രാനൈറ്റ് ആണ്. ധാരാളം കബോർഡ് വർക്കുകൾ നല്ല ഭംഗിയിൽ കളർ കോമ്പിനേഷൻ തന്നെ ചെയ്തിരിക്കുന്നു. നല്ല നീളവും വീതിയുള്ള നല്ല സ്പേഷ്യസ് ആയ ഒരു കിച്ചൺ തന്നെയാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. മനോഹരമായ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ലൊരു വിശാലത, 1900 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. 3 ബെഡ്റൂമാണ്. അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ ബെഡ്റൂം ഉള്ളതുകൊണ്ട് തന്നെ നല്ല സ്പേഷ്യസ് ആയ വിശാലത നമുക്ക് ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ വർക്ക് ഏരിയയാണ് നമ്മൾ ഈ കാണുന്നത്. വർക്ക് ഏരിയ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്കിനി ഇവിടുത്തെ ബെഡ്റൂം സൈഡിലേക്ക് പോയാലോ. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് കേട്ടോ നൽകിയിരിക്കുന്നത്. ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്.
ഏതാണ്ട് ഒരു 12 അടി വീതിയും 14 അടി നീളവുമാണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം ധാരാളമായി തന്നെ നൽകിയിരിക്കുന്നു. നല്ലൊരു സ്പേഷ്യസായ നീളത്തിലുള്ള ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ജാഗോർ ഫിറ്റിംഗ്സ് ആണ് കേട്ടോ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. മാറ്റ് ഫിനിഷുള്ള ടൈൽസുകളെല്ലാം ഫ്ലോറിങ്ങിനായും നൽകിയിരിക്കുന്നു. ഇനി നമുക്കിവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേഴ്സ് ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേഴ്സിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിലിനായി GS കോട്ടപ്പും വുഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്നത് ഇവിടുത്തെ അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. മനോഹരമായ ഒരു അപ്പർ ലിവിങ് ഏരിയ. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ഏരിയയും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ധാരാളമായി തന്നെ ചെയ്തിരിക്കുന്നു. നല്ല നീറ്റ് ആൻഡ് ക്ലീനായി തന്നെ നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിരിക്കുന്നു. 2 ബെഡ്റൂമുകളാണ് കേട്ടോ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 2 ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും നൽകി തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഒരു TV യൂണിറ്റ് ഇവിടെ നൽകിയിരിക്കുന്നു. ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ 1 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമുമാണ് നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വാൾഡ്രോബ് സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ്. നല്ല സ്പേഷ്യസായ ഇവിടുത്തെ ബാത്റൂം മനോഹരമായ രീതിയിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഇവിടുത്തെ ബാത്റൂംസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൺസീൽഡായിട്ട് തന്നെയാണ്. ജാഗോർ ഫിറ്റിംഗ്സ് ആണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്കിവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂം ഒന്ന് കണ്ടാലോ. ലാസ്റ്റ് ബെഡ്റൂം നല്ല സ്പേഷ്യസായി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് ഒരു 10 അടി വീതിയും ഒരു 13 അടി നീളവുമാണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വാൾഡ്രോബ് സൗകര്യം നൽകിയിരിക്കുന്നു. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസായി ബാത്റൂം ഇവിടെയും അവൈലബിൾ ആണ്. ബാത്റൂമെല്ലാം നല്ല ഭംഗിയിലാണ് കേട്ടോ. നല്ലൊരു ലക്ഷറി ഫീൽ ലഭിക്കുന്ന വിധത്തിലാണ് ഇവിടുത്തെ ബാത്റൂമുകളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതും ജാഗോർ സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ഇവിടെ അതിനുവേണ്ടിയെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടുത്തെ സ്റ്റഡി റൂമായി യൂസ് ചെയ്യാവുന്ന ഒരു റൂമാണ് നമ്മൾ ഈ കാണുന്നത്. മനോഹരമായ ഒരു ചെറിയൊരു റൂമാണ്. സ്റ്റഡി ടേബിളെല്ലാം ഇട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റഡി റൂമായി യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കൊരു യൂട്ടിലിറ്റി റൂമായും യൂസ് ചെയ്യാവുന്ന വിധത്തിലാണ് അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം ചെയ്തിരിക്കുന്നു. ഇവിടുത്തെ ബാൽക്കണിയാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. മനോഹരമായ ബാൽക്കണി. 4 സെൻറ്റ് ലാൻഡിൽ 2100 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു സ്റ്റഡി റൂമുമായി വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില 88 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിളാണ്. സൈറ്റ് വിസിറ്റിങ്ങിന് ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാ ബാങ്കുകളുടെ ലോൺ സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ. മറ്റൊരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.